രാത്രി ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾക്ക് അപ്പുറത്ത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ തന്നെ ഇത്രയും നിഗൂഢമായ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത്രയും ആഴമേറിയതും ഇരുണ്ടതും പര്യവേക്ഷണം ചെയ്യപ്പെടാത്തതുമായ ഒരു സ്ഥലം. ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് അവിടെ മറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അറിയാമോ? ഇത് ശാസ്ത്ര ഫിക്ഷൻ അല്ല. ഇതാണ് മരിയാന ട്രെഞ്ച്, ഭൂമിയുടെ ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതും വിശദീകരിക്കാനാകാത്തതുമായ അതിർത്തി. എന്നാൽ ഇത് ആഴത്തെക്കുറിച്ച് മാത്രമല്ല, ആ ഇരുട്ടിൽ പതിയിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. കേൾക്കാത്ത ശബ്ദങ്ങൾ, വിചിത്ര ജീവികൾ, കാര്യങ്ങളും നമ്മൾ ഒരിക്കലും കണ്ടെത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. നമുക്ക് അതിൽ മുങ്ങാം. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ, ഫിലിപ്പീൻസിന് കിഴക്കും ജപ്പാന് തെക്കും, മരിയാന ട്രെഞ്ച് 1500 മൈലിലധികം നീളത്തിൽ വ്യാപിച്ചുകിടക്കുന്നു. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. ചലഞ്ചർ ഡീപ്പ് എന്ന് വിളിക്കപ്പെടുന്ന അതിന്റെ ഏറ്റവും ആഴമേറിയ സ്ഥലത്ത്. സമുദ്രനിരപ്പിൽ നിന്ന് 36,000 അടി താഴ്ചയിലേക്ക് ഈ കിടങ്ങ് താഴേക്ക് പതിക്കുന്നു. നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് നൽകാൻ, എവറസ്റ്റ് കൊടുമുടി മരിയാന ട്രെഞ്ചിലേക്ക് താഴ്ത്തിയാലും അതിന്റെ കൊടുമുടി ഇപ്പോഴും 1 മൈൽ വെള്ളത്തിനടിയിലായിരിക്കും. താഴെ അവിടെ അത് കറുത്തതാണ്. ഉപരിതലത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് മർദ്ദം കൂടുതലാണ്. നിങ്ങൾ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് പോയാൽ നിങ്ങൾ തൽക്ഷണം തകർന്നു വീഴും. എന്നിട്ടും അവിടെ എന്തോ ഒന്ന് ജീവിക്കുന്നുണ്ടാകാം. ഇത്രയും പ്രതികൂലമായ അന്തരീക്ഷത്തിൽ ഒന്നും നിലനിൽക്കില്ലെന്ന് നിങ്ങൾ കരുതും, അല്ലേ? തെറ്റാണ്. വർഷങ്ങളായി ആഴക്കടൽ പര്യവേക്ഷകർ വിചിത്രമായ ജീവജാലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണുകളില്ലാത്ത മത്സ്യം, ഇരുട്ടിൽ തിളങ്ങുന്ന ജീവികൾ, സൂര്യപ്രകാശത്തിന് പകരം രാസവസ്തുക്കൾ ഭക്ഷിക്കുന്ന ജീവികൾ. ഇവ അപൂർവമല്ല, അവ അന്യഗ്രഹജീവികളാണ്. പക്ഷേ അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാ. കണ്ടെത്തിയതോ കേട്ടതോ ആയ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല. 1997 നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ പസഫിക്കിന്റെ അടിയിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. അവർ അതിനെ ദി ബ്ലൂപ്പ് എന്ന് വിളിച്ചു. അത് വളരെ ഉച്ചത്തിലായിരുന്നു. വാസ്തവത്തിൽ 3000 മൈലിലധികം അകലെ അത് കണ്ടെത്തി. ആദ്യം അത് ഒരു വലിയ കടൽ ജീവിയിൽ നിന്നായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതി. എന്നാൽ അറിയപ്പെടുന്ന ഒരു മൃഗത്തിനും തിമിംഗലത്തിനോ മറ്റോ അത്ര ശക്തമായ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അത് ഒരു ഹിമക്കട്ടയാണെന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ഭീമാകാരമായ എന്തോ ഒന്ന്, അജ്ഞാതമായ എന്തോ ട്രെഞ്ചിൽ വസിക്കുന്നതിന്റെ തെളിവാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു. കൂടുതൽ ഉണ്ട്. 2016 ശാസ്ത്രജ്ഞർ മരിയാന ട്രെഞ്ചിൽ നിന്ന് മറ്റൊരു ശബ്ദം രേഖപ്പെടുത്തി. അവർ അതിനെ വെസ്റ്റേൺ പസഫിക് ബയോട്ട്വാങ് എന്ന് നാമകരണം ചെയ്തു. അത് ആവർത്തിച്ചു. അത് പ്രതിധ്വനിച്ചു. കൂടാതെ അറിയപ്പെടുന്ന ഒരു സ്പീഷീസുമായും അത് പൊരുത്തപ്പെടുന്നില്ല. കാഴ്ചകളിൽ പോലും കിംവദന്തികളുണ്ട്, ഒരിക്കലും സ്ഥിരീകരിക്കാത്തതോ നിഷേധിക്കാത്തതോ. സ്വന്തം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചൊവ്വയുടെ മാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം കിടങ്ങിന്റെ തകർപ്പൻ സമ്മർദ്ദത്തെയും ഇരുട്ടിനെയും അതിജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് റോബോട്ടുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. വാസ്തവത്തിൽ ചരിത്രത്തിൽ 3 പേർ മാത്രമേ മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ എത്തിയിട്ടുള്ളൂ. 3 മനുഷ്യചരിത്രത്തിലെ മുഴുവൻ. എന്നിട്ടും മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ തേടി നമ്മൾ കോടിക്കണക്കിന് ചെലവഴിക്കുന്നു. ഒരു അന്യഗ്രഹ ലോകം മുഴുവൻ നമ്മുടെ സ്വന്തം തിരമാലകൾക്കടിയിൽ ഒളിച്ചിരിക്കാം. മരിയാന ട്രെഞ്ച് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം മാത്രമല്ല. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും കണ്ടെത്തേണ്ട സ്ഥലങ്ങളുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. പരിഹരിക്കപ്പെടാൻ കാത്തിരിക്കുന്ന നിഗൂഢതകൾ. ഒരുപക്ഷേ നമ്മൾ നേരിടാൻ തയ്യാറാകാത്ത സത്യങ്ങൾ. കിടങ്ങിന്റെ അടിയിൽ എന്താണ് കിടക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? ഒരു മറഞ്ഞിരിക്കുന്ന ആവാസവ്യവസ്ഥ, ഒരു ചരിത്രാതീത വേട്ടക്കാരനോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നല്ലാത്ത എന്തെങ്കിലും? അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. അജ്ഞാതമായതിലേക്കുള്ള ഈ മുങ്ങൽ നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയിപ്പ് ബെൽ അടിക്കാനും ഉറപ്പാക്കുക. കാരണം ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ ലോകം നമ്മൾ കരുതുന്നതിലും വിചിത്രമാണ്. കണ്ടതിന് നന്ദി.